2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 47. അതായത് നമ്മളുടെ 1-നും 50-നും ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയും പ്രൈം നമ്പേഴ്സ് ഉണ്ട്. കൃത്യമായിട്ട് അറിയണം. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. എൻ്റെ കുട്ടികൾ ഇത് കൃത്യമായി കാണാതെ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രൈം നമ്പേഴ്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് എണ്ണ അറിയാം. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 47 വരെ എണ്ണാൻ അറിയാം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഓർമ്മശക്തി റെഡിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. തിരിച്ച് കൗണ്ട് ചെയ്യാൻ പഠിക്കണം. തിരിച്ച് കൗണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കൗണ്ട് ചെയ്യണം? 100, 99, 98, 97, 96, 95, 94, 93, 92, 91, 90. ഇങ്ങനെ ക്രിയാത്മകമായിട്ട് നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കിലേക്ക് കൗണ്ട് ചെയ്യണം. അത് ഒരു ഇംഗ്ലീഷ്, ഒരു മലയാളം, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ റെഡിയാക്കുമ്പം നിങ്ങളുടെ കോൺഷ്യസ്നെസ് ഒന്നുകൂടെ വർദ്ധിക്കുകയും നിങ്ങൾക്ക് മിടുക്കന്മാരായിട്ട് മാറാനും പറ്റും. എൻ്റെ മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികൾ ഇങ്ങോട്ട് നോക്കുക. ഇത്രയാണ് പ്രൈം നമ്പേഴ്സ്. ഇതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ? ഒരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ 2 കണ്ടോ? വേറെ ഏതെങ്കിലും ഈവൻ നമ്പേഴ്സ് ഇവിടെ ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? 2-നും മാത്രമാണ് പ്രൈം നമ്പർ. ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ, അത് ഇതാണ്. ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ, അത് ഇതാണ്. നിങ്ങൾ വിചാരിക്കരുത് ഇത്രയേ ഉള്ളൂ എന്ന്. ഇതല്ല, നമ്മുടെ നാച്ചുറൽ നമ്പർ പോലെ തന്നെ എന്താ അനേകം ആയിട്ടത് കടന്നു പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. നമുക്ക് ഈ 50 വരെയുള്ളത് പഠിച്ചാൽ മതി. നിങ്ങൾ വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് ഒന്നും എടുക്കണ്ട. നിങ്ങൾ ഇവിടം വരെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. പിന്നെ എല്ലാ കുട്ടികളും പഠിച്ചു വെക്കേണ്ടത് നിങ്ങൾ 1 മുതൽ 20 വരെയുള്ള സ്ക്വയറുകൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ 1 മുതൽ 10 വരെയുള്ള ക്യൂബുകൾ പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ വളരെ കമ്പൽസറി ആയിട്ട് നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്.